നമ്മുടെ ഇന്നത്തെ അതിഥി സിനിമയിലെ സകലകലാ വല്ലഭൻ ശ്രീ കമൽഹാസനാണ്. ഞാൻ പറഞ്ഞത് കമൽഹാസൻ കേട്ടോ? സകലകലാ വല്ലഭൻ അത് ഞാൻ സമ്മതിക്കില്ല. പ്രയത്നം ചെയ്യുന്ന ഒരു കലാകാരനാണ്, അത്രയേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിബഡി കോൾഡ് സകലകലാ വല്ലഭൻ. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട പേരാണ്. അത് എനിക്ക് കിട്ടിയെന്നുള്ളത് ഭാഗ്യമെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഇറ്റ്സ് എ കോംപ്ലിക്കേഷൻ, അൺനെസസറി കോംപ്ലിക്കേഷൻ. ഞങ്ങളുടെ ജനറേഷനിലുള്ള ആൾക്കാർ നോക്കിക്കാണുന്നത് അങ്ങനെയാണ് കമലഹാസനെ. കമലഹാസൻ കൈവച്ചിടത്തൊക്കെ പൊന്നാകുന്നുണ്ട്. ആവട്ടെ, സന്തോഷം. അത് എൻ്റെ കമ്പനിയിലും ഞാൻ എടുക്കുന്ന എല്ലാ ചിത്രത്തിലും അങ്ങനെ ആയ സന്തോഷമാണ്. കമലഹാസനെ കുറിച്ച് മലയാളി പറയുമ്പോൾ എപ്പോഴും കമലഹാസൻ ഒരു തമിഴനായിട്ടല്ല മലയാളിയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾ നോക്കിക്കാണുന്നത് മലയാളി കമലഹാസനെ മലയാളിയാക്കിയതിനേക്കാൾ കൂടുതൽ കമലഹാസൻ മലയാളത്തെ സ്വന്തം ഭാഷയാക്കി മാറ്റി എന്നും പറയാം. ഞാൻ അത് പലപ്പോഴും പറയാറുണ്ട്. ഐ ഹാവ് ദ ഡൂബിയസ് ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ് എൻ ഇല്ലിറ്ററേറ്റ് ഇൻ 5 ലാംഗ്വേജസ് എന്ന് പറയും. മലയാളം ഞാൻ തമിഴ് പോലും ശരിക്കും വായിച്ചിട്ടില്ല. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, ഐ എം എ ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട്. സോ എല്ലാം തന്നെ അങ്ങനെ കേട്ട് കർണപരമ്പര എന്ന് പറയുന്ന പോലെ ഇതെല്ലാം നല്ല സുഹൃത്തുക്കളാണ്, നല്ല ഗുരുമാരാണ് എനിക്ക് കിട്ടിയത്. ആ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഈ പറച്ചിലും ഈ അഭിനയവും ഈ ഡാൻസും ഒക്കെ വന്നത്. കമലഹാസനെ അനുകരിച്ച് ആരെങ്കിലും സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടോ കുടുംബത്തിൽ? പിന്നെ താങ്കളെ അനുകരിച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അങ്ങനെ ആവാൻ പാടില്ല. എൻ്റെ മോൾ അങ്ങനെ ആവുമോ എന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക്. അങ്ങനെ ഒരു ഇമിറ്റേഷൻ വേണ്ട എന്നുള്ളതാണ്. ഏത് തരത്തിൽ നോക്കിയാലും ഇമിറ്റേഷൻ നല്ലതല്ല. ദേ മസ്റ്റ് ബിക്കം ദംസെൽസ്. ഐ ഫൈൻഡ് കേരളത്തിൽ നോക്കുമ്പോൾ ദർ ആർ സോ മെനി മിമിക്രി ആർട്ടിസ്റ്റ്. ദേ ഓൺലി മിമിക് അതർ പീപ്പിൾ. ദേ ആർ സോ ടാലൻറ്റഡ്. ദേ ഹാവ് സച്ച് ക്ലാരിറ്റി ഓഫ് തോട്ട്. ഒരു ഗ്രഹിക്കുന്ന ആ ശക്തിയുണ്ട് അവർക്ക്. പക്ഷേ ദേ ആർ യൂസിങ് ഇറ്റ് ടു ഇമിറ്റേറ്റ് അതേഴ്സ്. ഇഫ് ദേ വർക്ക് ഓൺ ദെയർ ഓൺ, ഐ തിങ്ക് ദേ വിൽ ബിക്കം ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷെ ഞങ്ങളിവിടെ പറയാറുണ്ട് കമലഹാസൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് പോകുമ്പോൾ അതേ വേറെയായി മാറുകയാണ്. ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ല അത്. അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേഷങ്ങളൊക്കെ കാണിക്കുന്നത്, ഈ വേഷങ്ങൾ കെട്ടുന്നത് എന്തിനാണ്? അപ്പോൾ ഞാൻ നടനായതുകൊണ്ടല്ല, ഞാൻ ആദ്യം പ്രേക്ഷകനാണ്. എനിക്ക് എൻ്റെ മുഖം കാണാൻ മടിയുണ്ടായി. ഇത് കണ്ടല്ലോ, അത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ബോർഡമുണ്ട്. അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷങ്ങൾ കെട്ടുന്നതെന്നും പറയാറുണ്ട്, തമാശന് വേണ്ടി. ഈ സിനിമ അഭിനയിച്ച ശേഷം സിനിമ കാണുമ്പോൾ എന്താണ് ഒരു അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ പ്രീമിയറിൽ ഇരുന്ന് സിനിമ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രയത്നം എടുക്കുന്നത്. ഇത് ശമ്പളത്തിന് വേണ്ടി മാത്രം ഈ മണ്ടത്തരങ്ങൾ ആരും കാണിക്കില്ല. ഈ അപ്ലാസിന് വേണ്ടിയാണ്. കാരണം ഇത്ര കഷ്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്നെക്കാളും വലിയ സക്സസ്സും വലിയ പണമും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. ബട്ട് ഫോർ മീ ദ പ്ലഷർ ഓഫ് അപ്ലാസ്, പ്ലഷർ ഓഫ് പീപ്പിൾ സേയിങ് നൈസ് തിങ്സ് അബൌട്ട് മീ, ഇവൻ നല്ല നടനാണ്, നല്ല എഴുത്തുകാരനാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ലിറ്റിൽ മോർ ദാൻ ദ മണി. മണി ഇപ്പോഴും കിട്ടുന്നുണ്ട്, നല്ല പൈസ കിട്ടുന്നുണ്ട്, നല്ല കിട്ടുന്നുണ്ട്. ഇത് കാരണം ഞാൻ ഇത് സാധാരണ പറയാറില്ല, ഇൻകം ടാക്സ് കെട്ടേണ്ടി വരും. ഐ എം വെരി ഹാപ്പി പേയിങ് ടാക്സ്. ചില പ്രോജക്റ്റ് ഫ്ലോപ്പ് ആകുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അതിനുള്ള സൗകര്യം എനിക്കുണ്ട്. ഓക്കെ, ആ ഫ്ലോപ്പ് സഹിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത് പ്രേക്ഷകരാണ്. ഞാൻ മദ്രാസ് വീതികളിൽ നടന്നുകൊണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാറുണ്ട്, മുമ്പ് 18-19 വയസ്സുകളിൽ എനിക്ക് ഒരു ചിത്രത്തിന് 1 ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് മൂക്കെടുക്കേണ്ടി വന്നാൽ ഞാൻ മൂക്കെടുക്കും. ഒരു ചിത്രം അറ്റ് എ ടൈം അതായിരിക്കും. ആ 1 ലക്ഷം കടന്നിട്ട് കുറേ കൊല്ലങ്ങളായി. ഇനി എത്ര ലക്ഷം എന്ന് പറയുന്നില്ല. ഇല്ല, അതിപ്പോൾ ആവട്ടെ, എത്ര കോടികളായി ഇപ്പോൾ. എന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ അത് ഒരു ക്രൈമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാണിക്കുന്നത്. എനിക്ക് ഇവർ കൊടുത്തിട്ടുള്ളത് ഇറ്റ്സ് ഫാർ ബിയോണ്ട് മൈ ടാലൻറ്റ്. എനിക്കുള്ള ടാലൻറ്റിനേക്കാളും എനിക്ക് കിട്ടുന്ന ശമ്പളം കൂടുതലാണ്. കാരണം ഞാനറിയുക എന്നേക്കാളും മിടുക്കന്മാർ കലാകാരും
കുറേ പേര് ജോലി കിട്ടാതെ ചത്തുപോയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇവിടെ കേരളത്തിൻ്റെ ഒരു നടൻ പറയാം, കുച്ചിപ്പുടി അറിയാം, MA ആണ്. ഞാൻ ഹൈസ്കൂൾ ഡ്രോപ്പൗട്ടാണ്, പുള്ളി MA ആണ്. ഒരു നല്ല ഡ്രാമ പ്ലെയറായിട്ടാണ്, നല്ല നടനാണ്, സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട്, ചെറിയ ചെറിയ ക്യാരക്ടറുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് ഹി ഡൈഡ് ഇൻ എ റെയിൽവേ സ്റ്റേഷൻ ഇൻ കേരള. പീപ്പിൾ വെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ഹിസ് ബോഡി. സുരാസു. സോ ഐ ഹാവ് സീൻ ദാറ്റ്. ഹി ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. കമലഹാസൻ്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കൾ. എനിക്കൊന്ന് പണ്ട് ഞാൻ ഡൽഹിക്ക് ഒരുപാട് കാലം ജോലി ചെയ്ത സമയത്ത് സോമൻ എം ജി സോമൻ. എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നല്ലൊരു സമയവും അദ്ദേഹം അപഹരിച്ചിരുന്നത് കമലഹാസനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. പഴയ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിൽ കമലഹാസൻ കാണിക്കുന്നൊരു പരിശ്രമം. ഇത് ഒരു സോമൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വയസ്സറിയില്ല. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ ഹി ഹാസ് ഓൾറെഡി റിട്ടയർഡ് ഫ്രോം ദ മിലിറ്ററി. അപ്പം ഞാൻ വിചാരിച്ചു 20-21 വയസ്സുള്ള ആളാണെന്ന് വിചാരിച്ചു. ആ 30 വയസ്സാണ് പുള്ളിക്ക്, എനിക്ക് 19 വയസ്സാണ്. പിന്നെ എടാ എന്നൊക്കെ വിളിച്ചു തുടങ്ങി ഞാൻ. പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ. അപ്പോൾ ഞാൻ പറഞ്ഞു, വയസ്സ് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ, ഇപ്പോൾ ഇനി അത് പറഞ്ഞൊരു കാര്യമില്ല, ഇനി അങ്ങനെ തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ പതുക്കെ പതുക്കെ സോമൻ എൻ്റെ വലിയ ചേട്ടനായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ഹി ഹാസ് അഡ്വൈസ്ഡ് മീ എ ലോട്ട്. കളിയാക്കിയിട്ടുണ്ട്, ക്രിട്ടിക്കൽ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി വെർ ഫ്രണ്ട്സ് ടിൽ ഹിസ് ലാസ്റ്റ് മൊമെൻറ്റ്. ഈവൻ ഹിസ് there's a little biopsy which came for test in Madras. അപ്പോൾ I was preparing for Maradhanayagam. അപ്പോൾ they gave it for test മദ്രാസിൽ. ഒന്ന് അത് എമർജൻസി ആണ് എന്ന് സോമൻ്റെ മോൻ പറഞ്ഞപ്പോൾ I took it to the doctors and went and they said ഈ ആൾ ഉണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ അതെങ്ങനെ പറയുക ഫാമിലിയോട് എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഫോൺ വന്നു, സോമനില്ല എന്നുള്ളത് പറഞ്ഞു. ദാറ്റ് ഇസ് ഹൗ ഫാർ ഐ നോ സോമൻ. ഇങ്ങനെ അതുപോലെ സോമനെ പോലെ അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന തങ്കപ്പൻ നായർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കമലഹാസൻ അനുസ്മരിക്കുന്നു. തങ്കപ്പൻ മാസ്റ്റർ ഈസ് വൺ ഓഫ് ദ റെയറസ്റ്റ് പേഴ്സൺസ് ഐ മെറ്റ്. കമലഹാസനെ ഡാൻസ് പഠിപ്പിക്കുന്നതിലൊരു പങ്ക്. ഞാൻ ഡാൻസ് ഇറങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ പോയത്. ബട്ട് ഹി ടാട്ട് മീ മച്ച് മോർ ദാൻ ഡാൻസ്. പുള്ളിക്കാരൻ ആദ്യം എനിക്കുണ്ടായിരുന്ന കോംപ്ലക്സ് ഇല്ലാണ്ടാക്കി. ബിക്കോസ് പുള്ളിക്കാരനും പള്ളിക്കൂടത്തിനൊന്നും പോയിട്ടില്ല. ആൻഡ് വാട്ട് എവർ ഈസോട് ഇപ്പോൾ എൻ്റെ ചിത്രങ്ങളിൽ കാണുന്ന ഒരു ഷെയ്ഡ് ഓഫ് കമ്മ്യൂണിസം ഒക്കെ അവിടെ നിന്ന് പഠിച്ചാണ്. ദ മാൻ റോസ് ഫ്രം സ്മോൾ ടൈം. ഹി ഹസ് ബീൻ സോ മെനി തിങ്. ടിങ്കർ ടൈലർ സോൾജർ സ്പൈ എന്നൊരു നോവലുണ്ട്. അതുപോലെ ഹി ഹാസ് ഡൺ ഓൾ സോർട്ട്സ് ഓഫ് തിങ്സ്. ഈ ഗോപിനാഥ് മാസ്റ്ററുടെ വീട്ടിൽ ലോണ്ട്രി മാനായിട്ട് പണിയെടുത്തിട്ട് പിന്നെ സ്റ്റുഡൻ്റായി മാറി, പിന്നെ പ്രധാന സെക്ഷനായിട്ട് മാറി, പിന്നെ ഡാൻസ് മാസ്റ്റർ, ഡയറക്ടർ. ഹിസ് റൈസ് വാസ് ഫിനോമിനൽ. കമലഹാസനെ സോമനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് മേ ബി 2-3 ഡെക്കേഡ്സ് ആയിട്ട് കമലഹാസൻ്റെ ഒരു രൂപം ഇതുപോലെ തന്നെയാണ്. ഇപ്പോഴും നൃത്തം കളിക്കും, കൊച്ചു കുട്ടികളുടെ കൂടെ നൃത്തം കളിക്കും, ഒരു പെയറാണ്, മാച്ചിങ് ആണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു കമലഹാസന്? അത് ഐ ഡോണ്ട് നോ വെദർ ടു താങ്ക് ഫ്രണ്ട്സ് ഹൂ ത്രെട്ടൺ മീ, ലൈക്ക് ഭീഷണിപ്പെടുത്തിയ സോമനെ പോലുള്ള. നേരത്തെ അത് ഹി കുഡ് ഹാവ് ഈസിലി ലിവ്ഡ് അനദർ 20 years. അതായിരിക്കാം. ഡിസിപ്ലിനാണോ? ഡിസിപ്ലിൻ വേണമെന്നുള്ളത്. പുകവലിക്കാറില്ല, മദ്യപാനം വളരെ കുറച്ച്. ഇപ്പോൾ അത് നിർത്തേണ്ട വയസ്സ് വന്നു എന്നുള്ളതും മനസ്സിലായിട്ടുള്ളതാണ്. ഞാൻ മുഖ്യമായിട്ട് കഴിയാവുന്നത്ര കള്ളം പറയാതിരുന്നാൽ നല്ലതാണ് ഹെൽത്തിന്. കാരണം ഒരുപാട് കള്ളങ്ങൾ ഓർമ്മ വയ്ക്കേണ്ടി വരും. പിന്നെ ആരോട് ഏത് കള്ളം പറഞ്ഞു എന്നുള്ളത് മനസ്സിലാവില്ല. അതുകൊണ്ട് കംഫർട്ടബിൾ ലിവിങ്ങിന് കള്ളം പറയാതിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് താങ്കളുടെ നല്ല ശീലമാണെന്ന് പറയുന്നതിനേക്കാളും നല്ല സൗകര്യമാണ് അത്. ആര് പറഞ്ഞ പോലെ സത്യം പറയാൻ തന്നെ സമയം തികയുന്നില്ല, പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? അതെ അല്ലേ? അതെ, അതും ശരിയാണ്. തന്നെയല്ല, ഇതൊക്കെ നമ്മൾ പറച്ചിലാണ്, ഒരു കോമഡിയാണ്. ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ ഫാദേഴ്സ് ജീൻ. അതായിരിക്കാം. ബട്ട് ബീയിങ് എ ബാരിസ്റ്റർ ഹി വുഡ് ഹാവ് ലൈഡ് ടെറിബിളി. ബട്ട് that is part of being an actor. We also lie. അത് becomes part of profession. But in life he was a very honest man. The fact that he did not get into നോണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുന്നതിൽ കമലഹാസൻ യാതൊരു മടിയില്ലെന്ന് പറയും.
പല ആൾക്കാരും മടിച്ചു നിൽക്കുന്ന മേഖലയിൽ. ഐ എം ലൈക്ക് ദിസ്. അത് ഞാൻ പറഞ്ഞ ആ കാര്യം അസൗകര്യമുണ്ട് കള്ളം പറയുന്നതിലും മറച്ചു വയ്ക്കുന്നതിലും. സപ്പോസ് ഐ എം ബാൾഡിങ്, ബെറ്റർ ടു ലീവ് ഇറ്റ്. ഇതിനൊരു തൊപ്പി വെച്ച് മറയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട്. പിന്നെ ഓരോ പ്രാവശ്യം കാറ്റടിച്ചാൽ തൊപ്പി പിടിക്കേണ്ടി വരും. ബെറ്റർ, ദർ ആർ മെനി പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഐ ലേൺ ഇറ്റ് ഫ്രോം വേരിയസ് പീപ്പിൾ who have lived their life like that. One perfect example is Mr. Gandhi. You can live, you might be killed like Mr. Che Guevara, because that's also truth. If you say truth, you might be killed sometimes. Some people are prepared for that. Sometimes when I'm frightened, I don't speak. Where you don't lie, neither are you telling the truth. കള്ളം പറയാറില്ല, സത്യം പറയാറില്ല. അത് ദാറ്റ് ഇസ് എ സ്റ്റേറ്റ് വിച്ച് ഐ ലൈക്ക് ടു അവോയ്ഡ്. കാരണം ബേസിക്കലി ഞങ്ങളെപ്പോലുള്ള തലമുറ ഈ പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലൂടെ വന്ന തലമുറയാണ്. ജസ്റ്റ് ലൈക്ക് യു മേ ബി. എന്നുവെച്ചാൽ ഒരുപാട് ഹാപ്പനിങ്സ് ഉള്ള സമയത്താണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. കുറച്ച് താഴെയായിട്ട് ഞാനും വളർന്നു വന്നത്. ഇപ്പം ഗാന്ധിയെക്കുറിച്ച് പറയുന്നു, ചെഗുവേരയെക്കുറിച്ച് പറയുന്നു. തമിഴ്നാട്ടിൽ ഒരുമാതിരി എല്ലാ സിനിമാക്കാർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ താങ്കൾക്ക് അവിടെ ഒരു പ്രകടമായ രാഷ്ട്രീയമില്ല. പക്ഷേ അവരെക്കാളും പൊളിറ്റിക്കലി കോൺഷ്യസാണ്. കോൺഷ്യസാണ്. പിന്നെ ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്, നിങ്ങൾ എന്തുകൊണ്ട് പോളിറ്റിക്സിൽ വന്നില്ല? ഞാൻ ഒരു നല്ല നടൻ മാത്രമേ ഉള്ളൂ, അത്ര നല്ല നടനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ. ബട്ട് ദർ ഇസ് എ ഡെഡിക്കേഷൻ വിച്ച് കോർ കോമ്പറ്റൻസ് എന്ന് പറയും. ഇതൊക്കെ ഒരു ക്ലവർ ആൻസറാണ്, അല്ലാതെ സത്യമല്ലാതെ. കോർ കോമ്പറ്റൻസ് എന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് സംതിങ് ഗോസ് റോങ് വിത്ത് മൈ ഫിലിം, ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന നിർമ്മാണിക്കുന്ന ഒരു ചിത്രത്തിൽ ഓർ പ്രൊഡ്യൂസിങ്, ആക്ടിങ്, അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഉണ്ട്. അതില്ല, തീരെ ഇല്ല പോളിറ്റിക്സിൽ. മതി, ലക്കാണ് പോളിറ്റിക്സ് എന്ന് പറയുന്നതിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. പോളിറ്റിക്സ് ലക്കല്ല, പോളിറ്റിക്സ് പ്രൊഫഷനും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യു ആർ പൊളിറ്റിക്കലി അവെയർ. ഐ ട്രൈ ടു ബി അവെയർ. ചിലപ്പോൾ കണ്ണടയ്ക്കേണ്ടി വരുന്നു, അറിയാതെ പോലെ അഭിനയിക്കേണ്ടി വരുന്നു. ഹൗ മെനി ടൈംസ്, എസ്പെഷ്യലി അവർ സിനിമാസ്, ഐ കീപ് ടോക്കിംഗ് അബൌട്ട് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയാറുണ്ട്. സിനിമയ്ക്കില്ല, അത് ഊമയാണ് സിനിമ. പക്ഷേ സ്വന്തം പ്രൊഡ്യൂസർ, സ്വന്തം സ്ക്രിപ്റ്റ് റൈറ്റർ, ഇങ്ങനെയുള്ള ആൾക്ക് കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി ഇല്ലേ? ഇല്ല. ഞാനിപ്പോൾ വേറെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, സാർ എം ടി വാസുദേവൻ നായർ സാർ, സാഹിത്യ അക്കാദമി ജ്ഞാനപീഠ അവാർഡ്, ആ റൈറ്ററിനുള്ള സ്വാതന്ത്ര്യം, ദ മൂമെൻറ്റ് ഹി ബിക്കംസ് എ സ്ക്രീൻ റൈറ്റർ പോവും. ഇല്ല, ഇതാണ് നിത്യസത്യം ഇന്നത്തെ സത്യം. ദ സെയിം ഇൻഡിപെൻഡൻസ് ദാറ്റ് മിസ്റ്റർ എം ടി വാസുദേവൻ നായർ എൻജോയ്സ് ആസ് എ റൈറ്റർ, അത് നിർമ്മാല്യം ഡയറക്ടറിന് ഇല്ല. You can write a novel, you can make a editorial, എഴുതാം, എന്തും പറയാം ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച്, ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു ഇത് എഡിറ്റോറിയൽ എഴുതാം. സിനിമ എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദ പ്രോബ്ലം. വി ഫിയർ ബിക്കോസ് ദർ സോ മച്ച്. ആ ഫ്രീഡം ഇല്ല, പ്രസ്സിനുള്ള ഫ്രീഡം സിനിമയ്ക്കില്ല. അസൂയുണ്ട്. പക്ഷേ കമലഹാസൻ ഈ പറഞ്ഞ ടോപ്പിക്സ് തിരഞ്ഞെടുക്കുന്നതിൽ ഒരുമാതിരിപ്പെട്ട കൺവെൻഷണൽ ഫിലിം മേക്കേഴ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതായത് ഡൈവേർജൻ്റായ ടോപ്പിക്സ്. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ അസൂയപ്പെടുന്നതാണ്. അതായത് ഇല്ല, ഞാൻ നിങ്ങളെയൊക്കെ കണ്ട് അസൂയപ്പെടുകയാണ്. ഒരു തേൽക്ക.com സിനിമയായിട്ട് വരാൻ പറ്റുമോ? അത് ചെയ്യണ്ടേ? വെൻ കോസ്റ്റോ ഗാർവ മേക്സ് എ സീ, വൈ കാൺട്ട് വി മേക്ക് ഇറ്റ് ഇൻ ദിസ്? പിന്നെ ആലോചിക്കും, ഇത് കച്ചവടമാണ്, അത് പൊളിക്കും. കൊമേഴ്സ്യൽ വയബിലിറ്റിക്ക് കമലഹാസൻ ഒരുപാട് ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഷേക്സ്പിയറും ഞാനും കസിൻസാണ്. അങ്ങേക്കും അത് ഉണ്ടായിരുന്നു. കമ്പരാമായണം എഴുതിയ കമ്പനും ഞാനും റിലേറ്റഡാണ്. അവർക്കും ഉണ്ടായിരുന്നു. ഹി നീഡഡ് എ സ്പോൺസർ. ഞാൻ അതിൽ ഒരു നാണിക്കുന്ന ആളല്ല. പൈസ ഉണ്ടാക്കുന്നതിൽ പെർസെ ഒരു വിഷമം തോന്നാറില്ല. വിഷമില്ല, കാരണം പൈസ ഇല്ലാതെ ആരും കടയിൽ പാല്, അരിയും പാലും ചോറും ചോദിച്ചാൽ കടയിൽ തരുമോ? സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഐ ഡോണ്ട് തിങ്ക് ഐ ആം ഇൻ ദിസ് ഫോർ സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസ് ഐ ക്യാൻ ഡു
സബ്വേർസീവ് ആയിട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ സർവീസ്. തന്നെ ബാക്കിയെല്ലാം ഇത് കച്ചവടമാണ്. കമലഹാസൻ്റെ പ്രോജക്ട്സ്, അപ്പോൾ അതിനു മുമ്പ് കമലഹാസൻ്റെ വെർസറ്റാലിറ്റി എനിക്ക് തോന്നുന്നു. ഷാറൂഖ് ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചപ്പോൾ ഷാറൂഖ് ഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കിങ് ഖാൻ എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നത് ഷാറൂഖ് ഖാൻ. അത് കമലഹാസനെ ആദ്യം കണ്ടപ്പോൾ തുടർന്ന് എനിക്ക് തോന്നി ഐ വാണ്ടഡ് ടു ടച്ച് കമലഹാസൻ. ഷാറൂഖ് ഖാൻ പറഞ്ഞതാണ്. ഒരു പക്ഷേ ഇന്ന് ബോളിവുഡ് ഭരിക്കുന്ന ഒരു നായകൻ പറയുകയാണ് ഐ വാണ്ടഡ് ടു ടച്ച് കമലഹാസൻ. Probably he has touched. We don't know. What I'm saying is probably he doesn't mean physically touch. He probably said he wants to. I've said that of Shivaji Ganesan. And he allowed me to go near him. That I'm grateful forever. I think it shows his genuine love for me. And I won't even call it humility. Humility എന്ന് പറയുന്നതിൽ ഒരു ചെറിയ കള്ളത്തരമുണ്ട്. മനസ്സിലുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ. കിങ് ഖാന് ടച്ച് ചെയ്യണം തോന്നിയാലും പക്ഷേ ബോളിവുഡ് വാസ് ബിറ്റ് റിലക്റ്റന്റ് ടു ടച്ച് കമൽഹാസൻ. അത് രണ്ട് വശത്തും ഏർപ്പെട്ട രണ്ട് സൈഡിലും ഏർപ്പെട്ട ഒരു മെസ്സേജാണ്. കാരണം ആ സമയത്ത് അണ്ടർവേൾഡ് മാത്രമല്ല അപ്പർ വേൾഡും കുറച്ച് പൊളിറ്റിക്കലായിട്ട് തോന്നി എനിക്ക്. അത് വേണ്ടെന്ന് തോന്നി. I came here and I made films like Nayagan. And I had also reduced at one film at a time. അവർക്ക് ഒരു ചിത്രം എടുക്കാൻ 2-3 കൊല്ലങ്ങൾ ആവും ആ സമയത്ത്. ഇപ്പോൾ ബോംബെ has changed. So I am going back to Bombay with my next production in Rajkamal. ഒരുപക്ഷേ ഗിരഫ്താറും ഏക് ദുജെ കേലിയും നല്ല പടങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ സാധാരണത്തിൽ കമലഹാസനെ ഹിന്ദിയിൽ പ്രതീക്ഷിച്ചത്രയും കമലഹാസൻ വന്നില്ല. അത് അവിടുത്തെ പൊളിറ്റിക്സ് വേണം ആൾക്കാർ. അതല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ വാട്ട് എവർ അവർ ഫെയിലിയർ വി കനോട്ട് ബ്ലെയിം അതേഴ്സ് ഫോർ ദാറ്റ്. പ്രോബബ്ലി ദ പിക്ചർ വാസ് നോട്ട് ഗുഡ്, ബട്ട് വെൻ എവർ ഐ മേഡ് ചാച്ചി റൺസ്, എവറിബഡി റിമെമ്പേഴ്സ് ചാച്ചി. ഐ ഹാവ് നോട്ട് ഡൺ മെനി ഫിലിംസ്. സി ഇൻ തമിഴിൽ, മലയാളത്തിൽ ഐ ഹാവ് ഡൺ സോ മെനി ഫിലിംസ്. അതിൽ ഒരു 10-15 ചിത്രങ്ങളാണ് മനസ്സിൽ നിൽക്കുന്നത്. സോ ഐ മസ്റ്റ് കണ്ടിന്യൂസ്ലി കീപ് ഡൂയിങ് ദാറ്റ്. ഐ ഹാവ് നോട്ട് ഡൺ ഇൻ. കമലഹാസൻ ആരുടെ ഫാനാണെന്ന് ചോദിക്കുമ്പോൾ കമലഹാസൻ പറയും ഞാൻ എൻ്റെ ഫാനാണെന്ന് പറയാറുണ്ട്. ഇല്ല, ഞാൻ ഒരുപാട് നടന്മാരുടെ ഫാനാണ്. ചിലപ്പോൾ പേരറിയാത്ത പുതിയ നടന്മാരുടെ ഫാനായിട്ട്. ആരാ ഈ നടൻ, വാട്ട് ഇസ് ഹിസ് നെയിം എന്ന് ചോദിക്കേണ്ടി വരും. ഫ്രം സുബുൽസ്കി, ബ്രാൻഡോ, ടൊഷിറോ, ശിവാജി സാറ്, സത്യം മാസ്റ്റർ, കൊട്ടാരക്കര. ഐ ഹാവ് ആ ഫാനായിട്ട് കഴിയാതെ യു കനോട്ട് ബിക്കം സംതിങ് ഇൻ യുവർ ലൈഫ്. ശിവാജി ഗണേശൻ്റെ ഒരു ഇൻഹെറിറ്ററായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കമലഹാസനെ കാണുന്നത്. അതിനായിട്ട് വന്നതല്ലേ ഇത് വേണം, ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്നും പറഞ്ഞു വന്ന. അതാണ് ഞങ്ങളുടെ ലൈറ്റ് ഹൗസ്. ഞങ്ങളുടെ കപ്പലൊക്കെ എത്തുന്നത് അവിടെയാണ്. ആ ലൈറ്റും പിടിച്ചുകൊണ്ടാണ് വന്നത്. ഈ തേവർമംഗലിൽ ശിവാജി ഗണേശൻ കമലഹാസനോട് അഭിനയിച്ചപ്പോൾ എന്താ കമലഹാസന് തോന്നിയത്? ദാറ്റ് വാസ് മൈ ലൈഫ്സ് ആംബിഷൻ ടു ഡു ദാറ്റ്. ഇപ്പോൾ അതേ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ അവർ ഒരുമിച്ച് അഭിനയിക്കും? അത് കോൺഫിഡൻസ് എൻ്റെ കോൺഫിഡൻസ് അല്ല, അദ്ദേഹം എനിക്ക് കൊടുത്തതാണ്. ബിക്കോസ് ആസ് എ ചൈൽഡ് ഐ വാസ് സിറ്റിംഗ് ഹിയർ. ശിവാജി സാറ് കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഭു സാർ ഇവിടെ ഇരുന്നതേക്കാളും കൂടുതൽ എൻ്റെ മടിയിലിരുന്നത് കമലഹാസനാണ്. ഞാൻ പ്രഭുവിൻ്റെ വെയിറ്റ് വെച്ചിട്ട് പറയുന്നില്ല എന്നൊക്കെ തമാശ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇസ് ട്രൂ ബിക്കോസ് ദേ വർ ഓൾ ഇൻ ബോർഡിംഗ് സ്കൂൾ. ഐ ഹാവ് സ്പെൻഡ് മോർ ടൈം ഇൻ സ്റ്റുഡിയോസ്. ആഫ്റ്റർവേർഡ്സ് ഞാൻ നടനായതിനു ശേഷം ഐ ഹാവ് ഡൺ മെനി ഫിലിംസ് വിത്ത് ഇന്ത്യൻ പടം കണ്ടല്ലോ. അത് നേരത്തെ ഞാൻ ശിവാജി സാറുമായിട്ട് ചെയ്ത ചിത്രമാണ്, സെയിം സ്റ്റോറിയാണ്. ശിവാജി സാറിൻ്റെ റോളും എൻ്റെ റോളും ചേർത്ത് ചെയ്താണ് ഇന്ത്യൻ നാം പിറന്തമൺ. സെയിം ഡിറ്റോ സ്റ്റോറി. അതുപോലെ ഐ ഹാവ് ആക്ടഡ് വിത്ത് ഹിം, ഐ ഹവ് സീൻ ഹിം, ഐ ഹവ് ഈറ്റൻ ലഞ്ച്. സോ ആ ഫസ്റ്റ് ടൈം എന്നുള്ള സ്റ്റേജ് ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, കമലഹാസൻ നല്ല നടനാണ് എന്ന് പുള്ളി തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനത് വിശ്വസിച്ചു പോയി. സോ അതിനുശേഷം പേടിയുണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ ചിത്രം ചെയ്തു. അങ്ങേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു സ്ക്രീൻ പ്ലേ എഴുതി കാണിച്ചപ്പോൾ ഞാൻ വേണോ, വേറെ ആരും ചെയ്യാൻ പറ്റില്ല, താടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് നന്നാവില്ല, ഇവിടെയൊക്കെ വയസ്സായി എനിക്ക് എന്ന് പറഞ്ഞു. പിന്നെ അത് ആവട്ടെ, അതല്ലേ ക്യാരക്ടർ.
ശിവാജി സാറ് പറയുന്നതാണ് അത് എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ ഷേവ് ചെയ്യുമ്പോൾ നീ കൂടെ ഉണ്ടാവണം, ഒരുപാട് എടുത്തു കളഞ്ഞാൽ. അപ്പോൾ ആ മീശ ഞാനാണ് ഷേപ്പ് ചെയ്തത്. പിന്നെ എൻ്റെ സെറ്റിൽ പുള്ളിക്കാരൻ വന്ന് ഇരുന്ന് അഭിനയിച്ച് കൊടുത്തത് അത് എങ്ങനെ നോക്കിയാലും ഭാഗ്യമാണ്. ഒരു പ്രൊഡ്യൂസറായിട്ട്, ഒരു നടനായിട്ട്, ഒരു രചയിതാവായിട്ട്, ഒരു റൈറ്ററായിട്ട്, എങ്ങനെ നോക്കിയാലും ഹി ഗേവ് മീ ഗ്രേറ്റ് ബൂൺ ആൻ അവാർഡ്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ശിവാജി ഗണേശനെ പോലെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ പറയാവുന്ന ബാലചന്ദർ, ഒരു പക്ഷേ യുവർ മെൻറ്റർ. എനിക്ക് അബ്സല്യൂട്ട്ലി. അത് നിങ്ങളുടെ മാത്രം മെൻറ്ററല്ല, രജനീകാന്തിൻ്റെ മെൻറ്ററാണെന്ന് പറയാം. അതെ, ഞാൻ പറയാറുണ്ട്, ഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് എ സോഷ്യൽ സിറ്റുവേഷൻ, ഇറ്റ് ഇസ് എൻ എസ്തെറ്റിക് സിറ്റുവേഷൻ. എനിക്ക് 2 അച്ഛനാണെന്ന് പറയും ഞാൻ, ശിവാജി സാറും ബാലചന്ദ്ര സാറും. 3 പറയാം. അനന്തു സാറെ പോലെ ഒരു ഗുരു കിട്ടുന്നത് അപൂർവമാണ്. ഹി വാസ് മിസ്റ്റർ ബാലചന്ദേഴ്സ് റൈറ്റ് ഹാൻഡ് മാൻ. എന്നെ വഴി നടത്തിയതും പിന്നെ മലയാള ചിത്രത്തിൽ അഭിനയിച്ചാൽ ബെറ്ററാണ്, ഇവിടെ നിനക്ക് ഒന്നും സംഭവിക്കുന്നില്ല, ഇവിടെ എല്ലാം റിപ്പീറ്റഡ് റോൾസാണ്. ആ കന്യാകുമാരി വില്ലൻ റോൾസ് ആയിരുന്നു അവിടെ. അതെ, നോട്ട് ഇമ്പോർട്ടൻ്റ് ഓൾസോ. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ട്രൈ ചെയ്തുകൂടെ, അതിങ്ങനെ ട്രൈ ചെയ്യാൻ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു വിജയൻ വന്നപ്പോൾ പുള്ളിയാണ് പടം കണ്ടിട്ട് സൂപ്പർ ഹിറ്റാവും എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ 19 ദിവസം കൊണ്ട് എടുത്ത ചിത്രമാണത്. വിഷ്ണു വിജയൻ മലയാളത്തിൽ ഗംഭീരമായി വന്നത്. അതെ, അത് ബഡ്ജറ്റ് 1.5 ലക്ഷം രൂപ പടം എടുക്കാൻ. ഈ ബാലചന്ദർ കൊണ്ടുവന്ന ആൾക്കാർ 2 പേര്, അതായത് ഒന്ന് കമലഹാസൻ, 2 രജനീകാന്ത്. ഈ 2 പേരും റൂളിംഗ് ദ റൂസ്റ്റ്. സാധാരണ രീതിയിലൊരു സൂപ്പർ സ്റ്റാർ റൈവലറി ഉണ്ടാകാറുണ്ട്. പക്ഷേ രജനിയെക്കുറിച്ച് കമലഹാസൻ പറയുമ്പോൾ എന്തൊരു ലാവിഷാണ്, രജനീകാന്ത് കമലഹാസനെക്കുറിച്ച് എന്തൊരു ലാവിഷാണ്. എങ്ങനെ ഈ ഒരു ജൈവപരമായി വന്നത്? അത് ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാതെ വേറെ കോളേജിൽ പഠിച്ച പിള്ളേരാണെങ്കിൽ ഒരുപക്ഷെ വിരോധികളായിട്ട് ഞങ്ങൾ കോളേജിൽ 2 പേരും പഠിക്കാത്തതുകൊണ്ടാണോ? ഇല്ല, അതല്ല, അത് ബാലചന്ദ്ര സാറുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, 2 പേരും ഒന്നിച്ചിരുന്നവരാണ്. യൂണിവേഴ്സിറ്റി. He was an university and we studied there and we enjoyed the life together. We've been up to mischief. We used to do everything that is done in a classroom. ലേറ്റ് ആയിട്ട് വരുന്നതും പറയാതെ പോകുന്നതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. He was like our headmaster. So we don't see the we are competitors. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ബട്ട് വി ഡോണ്ട് ടേക്ക് ഇറ്റ് ബിയോണ്ട് ദാറ്റ്. കാരണം ഞങ്ങളുടെ വി ഹാവ് എ സർട്ടൺ എമൗണ്ട് ഓഫ് വിഷ്വലൈസേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ അങ്ങനെ ഒരു 20 years അഹെഡ് ആലോചിച്ച് നോക്കുമ്പോൾ വാട്ട് വിൽ വി ടോക്ക്, അങ്ങനെ ഒരു സംഭവം. സോ ദെൻ വൈ ആർ വി ടേക്കിംഗ് ദിസ് ടു സീരിയസ്ലി? വി ആർ നോട്ട് ഈവൻ പൊളിറ്റീഷ്യൻസ്. തീർച്ചയായും ഞാനില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹി ഹാസ് ഇൻ മൈൻഡ്. So why should we behave in that fashion? I think they were captives of time. Shivaji Sarum, MGR Sarum, they were captives of their time and captives of their politics. അതൊന്ന് വെളിപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. We are not like that. തെന്നാലിയുടെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ആഘോഷത്തിൽ ശിവാജി പിന്നെ രജനീകാന്ത് വന്ന് പറയുന്നുണ്ട്, എന്നെ സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന കമലഹാസനാണ് at a point of time. No, that we keep talking. ഇപ്പോഴും സംസാരിക്കാം. ഇപ്പോൾ ദശാവതാരത്തിൻ്റെ ഫസ്റ്റ് 15 minutes ആർക്കെങ്കിലും ഇതുവരെ കാണാതെ ആൾ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ദ ഫസ്റ്റ് കാൻഡിഡേറ്റ് വാസ് രജനീകാന്ത്. ആൻഡ് ഹീ സെഡ് കാണിക്കാം ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് മറന്നുപോയി. ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തില്ല. മെനിഞ്ഞാന്ന് ഈ സെഡ് ഞാൻ 10 ദിവസമായിട്ട് വെയിറ്റിംഗ് ആണ്, ഇതെന്താ അത് കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചില്ലല്ലോ. അപ്പോൾ ഡയറക്ടർ വിളിച്ചു, പെട്ടെന്ന് ആവട്ടെ. പിന്നെ പടം കണ്ടിട്ട് ഈ സെഡ് ഈ ഫസ്റ്റ് ഒരു റീല് കണ്ടു, പിന്നെ എന്താവും എന്ന് പറഞ്ഞു. അപ്പോൾ പടം മുഴുവനും കാണണമല്ലേ? ഇല്ലല്ല, അത് പിന്നെ കാണാമെന്ന് വെച്ചിട്ട് വിട്ടതാണ്. ഈ ഫസ്റ്റ് റീല് തന്നെ ക്ലൈമാക്സ് പോലെ ഉണ്ട്. ഇപ്പോൾ ഇതിനേക്കാളും ഉണ്ടോ ചിത്രത്തിൽ? ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇത് സൂപ്പർ ഹിറ്റാണ് എന്നൊക്കെ പറയുന്നത്. 2 പേരും കൂടി ഒരുമിച്ച് വരാൻ പോകുന്നു. We are thinking of, I am thinking of producing a film where see, a Rajini film should be a Rajini film. It shouldn't be disturbed. It is not a question of malsaram illa adu. And it's a different thing and we are not to be compared. You mean to say you won't act in that? No. And
വി ആർ നോട്ട് ടു ബി കമ്പയർഡ്. ഇത് കമ്പാരിസൺ തന്നെ തെറ്റാണ്. ഈവൻ പേരൻസ് ഡൂയിങ് ഇറ്റ് ഇസ് റോങ് ആൻഡ് ഓഡിയൻസ് ആർ മച്ച് മോർ റെസ്പോൺസിബിൾ ദാൻ പേരൻസ്. ദേ ഷുഡ് ബി, എസ്പെഷ്യലി സെൻസിറ്റീവ് പീപ്പിൾ, ചിൽഡ്രൻ ലൈക്ക് ആർട്ടിസ്റ്റ്. പക്ഷേ കമൽഹാസൻ നിങ്ങളൊരു 10-12 സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ബട്ട് വാട്ട് ഐ വാണ്ട് ടു ഡു ഇസ് നൗ ഹി ഈസ് ബിക്കം an institution, an icon. But for that matter, you are also an institution. Why bring two institutions together? I am a medical college. He might be something else. So why bring it together? Let that faculties remain separate, and he is capable of taking the load by himself. And the load of distributing equal parts. സ്വത്ത് വിരിച്ച് കൊടുക്കുന്നതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് മാറ്ററാണിത്. Because the fans of Rajini, fans of Kamal Haasan will say, ഇത് ശരിയല്ല, അത് ശരിയല്ല. There will be a lot of discussions. Better would be for him to do, when all this settles, we'll come together and probably will create. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. അത് നോട്ട് നെസസറി നൗ. I think, and there will be too much of, see, if you put Rajinikanth in a film, അതിന് 100 കോടി രൂപ, whatever, 150 എന്തെങ്കിലും ആയിക്കോട്ടെ. Suppose we both act, will it become 1000? 500 ആവോ, 300 ആവോ? So unnecessarily the load becomes more. We can 2 ട്രിപ്പായിട്ട് അടിക്കാം. Why load one vehicle with so much? Merchandise is good, it will work. So 2 ട്രിപ്പായിട്ട് അടിക്കാം. തമിഴ് സിനിമ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഹിന്ദി സിനിമയുടെ ആ ലെവലിലേക്ക് തമിഴ് സിനിമയെ കൊണ്ടെത്തിക്കുന്ന കമലഹാസൻ്റെ ഒരു പരീക്ഷണങ്ങൾ. അപ്പം ഞങ്ങളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യം, ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് നടന്നുള്ളൊരു സിനിമക്കാരൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പെരിമെൻ്റ് അല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണോ, അതെയോ ബേസിക്കലി ജെനുവൻലി യു വിഷ് ടു ഡു? ജെനുവൻലി ഐ വാണ്ട്. അത് പിടിച്ചു നിൽക്കാനും ആയിരിക്കാം. വൈ നോട്ട്? പിടിച്ചു നിൽക്കുന്നത് തെറ്റില്ലല്ലോ. ഇവിടെ നിൽക്കണം, ഈ ഓഡിയൻസിൻ്റെ അപ്ലാസ് എനിക്ക് എന്നും കിട്ടണം എന്നുള്ളത് ഒരു തെറ്റായ ഒരു ധാരണയല്ല. അത് ഒരു കലാകാരന് ഉണ്ടാകേണ്ടതാണ്. എന്നും ഇതുപോലെ ഞാൻ ചാകുന്നവരെ ഇവർ അപ്ലാസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ല. അത് ഒരു ഗമയും ഗർവമോ പറയാൻ പറ്റില്ല. അതങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾ എ ടാക്ടിക്സ് ഓൾസോ, ആസ് യു സേ. വൈ നോട്ട്? ഇറ്റ് കുഡ് ബി എ കമലഹാസൻ ഞങ്ങൾ ചിന്തിക്കും, അതായത് കമലഹാസൻ ഒരുപാട് മേഖലയിൽ കൈവെക്കുന്നുണ്ട്. കമലഹാസൻ ഒരു ചാർലി ചാപ്ലിനാണ്. അതായത് അദ്ദേഹത്തിനെ അനുകരിക്കാറുണ്ട്, ശിവാജി ഗണേശനെ അനുകരിക്കാറുണ്ട്. അനുകരണം ഒരുപാടുണ്ട്. അനുകരണം എന്ന് പറഞ്ഞാൽ പരസ്യ അനുകരണമായിരിക്കണമെന്നില്ല. പക്ഷേ ഒരുപാട് സങ്കേതങ്ങളിൽ, അതായത് ഒരു കൊറിയോഗ്രാഫറാണ്, നടനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്. ഇതെല്ലാത്തിനും കൂടെ കൈവച്ചിട്ട് കമലഹാസൻ എന്ന നടൻ്റെ ഫുൾ ഇമ്പാക്റ്റ് കിട്ടാതെ പോകുന്നുണ്ടോ? കമലഹാസൻ ഒരു റിലക്റ്റൻ്റ് ആക്ടറാണ്. ബൈ ആക്സിഡൻ്റാണ്. ഇറ്റ്സ് എ ഫോർച്യുനേറ്റ് ആക്സിഡൻറ്റ്. ആ ആക്സിഡൻറ്റ് ചെയ്ത ഡ്രൈവർ മിസ്റ്റർ ബാലചന്ദ്രനാണ്. ഐ വാസ് നോട്ട് അറ്റ് ഓൾ കീൻ. ഐ കെയിം ടു ബി എ ടെക്നീഷ്യൻ. സോ ഇത് ഒരു പ്ലസ് ബോണസ് കിട്ടിയതാണ്. ഐ ട്രെയിൻ ടു ബി എ ടെക്നീഷ്യൻ. ഐ വാസ് എ ഡാൻസ് അസിസ്റ്റൻറ്റ്. വേറെ ആരും പറയാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ, അവർക്ക് കിട്ടാത്ത അനുഭവങ്ങൾ. ഒരു തങ്കം മാസ്റ്ററുടെ അസിസ്റ്റൻ്റായിട്ട് 5 കൊല്ലം കഴിയുക, പിന്നെ 500 ഫിലിം സോങ്സിന് അസിസ്റ്റൻ്റായിട്ട് പണി ചെയ്യുക, പിന്നെ റൈറ്റിംഗ് അസിസ്റ്റൻ്റായിട്ട്. എഴുത്തും വായന അറിയാത്ത കമലഹാസൻ എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്നത്? അല്ല, ഞാൻ പറയുന്നത് എഴുത്ത് വായനയൊക്കെ ഞാൻ പഠിച്ചു. ഐ വാസ് ഡ്രോപ്പ് ഔട്ട് ടിൽ 8th വരെ പഠിച്ചു. അതും ഇല്ലെങ്കിൽ കഷ്ടമാണ്. അത്രയ്ക്ക് ജീനിയസ് ഒന്നുമില്ല. അത് ബേസിക് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. തന്നെയല്ല, എൻ്റെ വീട്ടിൽ എല്ലാം ലോയേഴ്സാണ്. സംസാരമൊക്കെ മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കും. ബട്ട് ലെഫ്റ്റ് ടു യുവർ ഫാദർ യു വുഡ് ഹാവ് ബീൻ എ ഗുഡ് സിംഗർ അല്ലേ? യെസ്, ഹി വാണ്ടഡ് മീ ടു ബിക്കം എ ക്ലാസിക്കൽ സിംഗർ ആൻഡ് ഹി ട്രെയിൻ മീ വിത്ത് ഗുഡ് ടീച്ചേഴ്സ്. പിന്നെ അഗെയിൻ വൈൽ ഹി വാസ് അലൈവ് ഹി സെഡ് ട്രൈ വൺ മോർ ടൈം. പിന്നെ വീണ്ടും എനിക്ക് ആ ഭാഗ്യം കിട്ടി. ബാലമുരളി കൃഷ്ണ സാർ വാ പഠിക്ക് എന്ന് ഒരു ഇൻവിറ്റേഷൻ. അബൌട്ട് 1 year. പിന്നെ ഈ നോട്ട് ഓൺലി ദാറ്റ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ട്രബിൾ സച്ച് എ ഗ്രേറ്റ് മാൻ വിത്ത് എ ബാഡ് സ്റ്റുഡൻറ്റ്. അതുമായിരിക്കാം. ബട്ട് ഹി വാസ് വെരി കൈൻഡ്. ഇന്നും ഞാൻ പോയാൽ ഇഫ് ഐ ഹാവ് എനി ഡൗട്ട്സ് ഹി വിൽ ടെൽ മീ.
ഈ എക്സ്പെരിമെൻസിനെ കുറിച്ച് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അപൂർവ സഹോദരങ്ങൾ, അവേഷൻ ഷൺമുഖി, അതുപോലെ തന്നെ പുഷ്പവിമാനം, അങ്ങനെ എന്താ പറയുക, ഈ പറഞ്ഞ പരീക്ഷണങ്ങളുടെ ഒരു നിരയുണ്ട്. പക്ഷേ ചില ആൾക്കാർ പറയും ഇത് ഹോളിവുഡിൻ്റെ ഒരു സ്വാധീനമാണ്. എല്ലാം തന്നെ അതാണ്. ഇപ്പോൾ എങ്ങനെ നോക്കിയാലും either it is Hollywood or it will be Stanislavski's influence or Eisenstein's film. You see somewhere that influence, if it is not Hollywood, you will have the influence of some other film by Eisenstein, D.W. Griffith or Eisenstein. This is where the cinema comes from. There is nothing, because they invented cinema, literally. We didn't. So nothing wrong in looking up at them. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ, അതായത് ഒരു ഒബ്സർവേഷനിലൂടെയാണോ ആ കഥാപാത്രത്തെ കണ്ടെത്തുന്നത്? അത് എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ അവേഷ് ഷൺമുഖിയിൽ ഒരു മാമിയായിട്ട് അഭിനയിക്കുന്നു, ഒരു സ്ത്രീയുടെ ഈ 9 വാരയുള്ള സാരി കൊടുത്ത് ഡാൻസ് കളിക്കുന്നു. ആ ഒരു സ്ത്രീയുടെ എല്ലാ ഭാവങ്ങളും എങ്ങനെ, എത്ര കാലം നിരീക്ഷിച്ചു അത്? നിയർലി, അപ്പോൾ എന്താ വയസ്സ്, നിയർലി 40 years. അല്ല, എത്ര കാലം അങ്ങനെ ഒരു വൈ ദ ഫിലിം വാസ് കോൾഡ് അവേഷ് ഷൺമുഖി എന്നുള്ള കഥ പറയാം. There is a road in Madras which is the 5th parallel road of the road where my ancestral home is. It used to be called Lloyd's Road, but now it is called Avai Shanmugam Salai. He was my guru, and he did Avayar so well that even in the film they thought of casting him. Then only they said it won't be nice. Cinemail anganeke kanikenda avashyamilla. We'll cast a real lady. And athrakkum he was good. I had a great fortune of watching that play about 50 times. And it was a tribute to you. It was a tribute to my guru. That is why it was called Avai Shanmugi. His name is Avai Shanmugam. ഷൺമുഖത്തിന്റെ നാടക ട്രൂപ്പിൽ കുറച്ചു കാലം. That was great training. So when you say ഇത് റിസർച്ച് ആണെന്ന് തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ they put it in a plate. Now I am eating from that plate. എനിക്ക് തോന്നുന്നു ആ പ്ലേയിലേക്ക്, എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു രംഗം ഞാൻ എവിടെ വായിച്ചായിട്ട് തോന്നുന്നു. അതായത് കമലഹാസനെ അച്ഛൻ കൊണ്ട് തള്ളുകയാണ്. What was that exactly? He took me to ഷൺമുഖൻ സാറിനെ വീട്ടിൽ. they wanted to do children's play അപ്പോൾ ഇല്ല തമിഴ്നാട്ടിൽ. And this was a professional troupe. അവിടെ ഒരു KPSCO മറ്റോ ഒന്നും ഇല്ല തമിഴ്നാട്ടിൽ. So there was only these kind of things. The rest, Mr. Balachandar, Cho, they were all doing different plays. These were the professional troupes. After him, it was Mr. Manohar. So they were planning to do a children's play and they called me. When I went, my father came. അവരും വന്നപ്പോൾ ചോദിച്ചു, കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഒരു കേടും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ വലിയ മോൻ അവൻ വക്കീലാണ്. My daughter is both my sons are lawyers. My daughter is doing mathematics, BSc mathematics main. ഇതൊക്കെ ഉണ്ട്. My father was educated. My father-in-law is educated. My brother's son-in-law is the advocate general. He was later became advocate general. ഇവരൊക്കെ ഉണ്ട്. ബട്ട് എൻ്റെ കുടുംബത്തിൽ ഒരു കലാകാരനില്ല, അതായിട്ട് ഇവനെ മാറ്റുക എന്ന് he pushed me and said, touch his feet. ഇവൻ നിങ്ങളുടെ മോനാണ്, എന്തും ചെയ്തോളൂ. I want him to make him an artist. ഞങ്ങളുടെ വീട്ടിലൊരു കലാകാരനില്ല എന്നും പറഞ്ഞ് വിട്ടിട്ട് പോയി. So I used to go from school to that place. I will come back at 7, 8, 9. ചിലപ്പോൾ മറന്നു പോകും, വീട്ടിൽ തിരിച്ചു പോകാം. So I grew up as one of the sons in the family. 6-ാമത്തെ വയസ്സിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടുക, അന്ന് തിരിച്ചറിവുണ്ടായിരുന്നു നാഷണൽ അവാർഡ്? 4 വയസ്സ്. 4 വയസ്സ്. അപ്പോൾ ഐ റിയലൈസ്ഡ് വാട്ട് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഇറ്റ് വാസ്. പിന്നെയാണ് ഫോട്ടോ കണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും 10 വയസ്സായപ്പോൾ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ സാറുണ്ട്, വി ഗിരിയുണ്ട്. ഞാൻ അവിടെ വേറെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് അറിയുന്നില്ല. ഞാൻ അവാർഡ് സ്വീകരിപ്പിക്കാൻ അച്ഛൻ കൊണ്ടുപോയി. ഐ ഹാവ് നെവർ ട്രാവൽഡ് വിത്ത് ദാറ്റ് ഫാർ അതുവരെ. സോ അച്ഛന് എങ്ങനെ എൻ്റെ തല ചെയ്യണം എന്നുള്ളത് അറിയില്ല.
സോ ഒരു തല്ലിപ്പുള്ളി ഹെയർ സ്റ്റൈലായിരുന്നു അത്. അതായിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ്. സോ ഐ വാണ്ട് ടു. ഈ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ ഒരു അനുഭവം പറയാം. അതായത് കമലഹാസൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടങ്ങളിൽ, അതായത് മൂന്നാം പിറ പോലുള്ള സിനിമകൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊരു ട്രെൻഡ് ഉണ്ടാക്കിയത് മദനോത്സവം. എനിക്ക് തോന്നുന്നു ഒരു പ്രേം നസീർ യുഗത്തിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിച്ചൊരു പടമായിരുന്നു മദനോത്സവം. എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ, എനിക്കൊന്ന് സ്റ്റെപ്പ് കട്ട്. ഈ അന്ന് നാലാമത്തെ വയസ്സിൽ മുടിയിര അറിയാത്ത കമലഹാസൻ ഒരുപക്ഷെ ഒരുപാട് മലയാളികൾ കൊണ്ട് മുടി ഇരിപ്പിക്കുകയും മുറിപ്പിക്കുകയും ചെയ്തു. അതല്ല, ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യുമായിരുന്നു. സ്റ്റെപ്പ് കട്ട് വാസ് എ ഫാഷൻ ഓഫ് ദ ഡേ. ബട്ട് ദ റെസ്പെക്റ്റ് ആൻഡ് പിയർ റെസ്പെക്റ്റ് അത് വലിയ ഒരു ആവശ്യമാണ് ഒരു കലാകാരന്. പ്രേക്ഷകർ കാണിക്കുന്ന ബഹുമാനവും അപ്ലാസവും അത് ഒരു തരത്തിൽ നല്ലതാണ്. ബട്ട് വർക്കിംഗ് വിത്ത് യുവർ പിയേഴ്സ്, കാമറാഡ്സ് കാണിക്കുന്ന ഒരു സ്നേഹം, അതിനെയും ആളും കൂടുതൽ വിലമതിപ്പുള്ളത് ബഹുമാനം. നീ മിടുക്കനാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ദാറ്റ് വാസ് ദെയർ ത്രൂ ഔട്ട് മദനോത്സവം. Both two people are dead. I keep fighting with them, Shankar Nair sir and Williams. They used to wait. Kamalhasan പറട്ടെ, we won't take the scene. വേറെ സീൻ ഞാനില്ല ആ സീനിൽ. We all worked like a unit. മദനോത്സവം was done in 20 days. 20 ദിവസം കൊണ്ട് ചെയ്തതാണ്. പിന്നെ കമലഹാസൻ്റെ പോസ്റ്ററുകളായി എല്ലാ ബാർബർ ഷോപ്പിലും ശ്രദ്ധിച്ചിരുന്നു. അതായത് ഈ കേരളത്തിലെ ബാർബർ ഷോപ്പുകളിൽ ഒരിക്കലും ഇവിടെയുള്ള നസീറിൻ്റെ ഒന്നും പിക്ചർ ഉണ്ടായിരുന്നില്ല. അതായത് ദേവാനന്ദ് കഴിഞ്ഞാൽ പിന്നെ കമലഹാസൻ്റെ പടം ഉണ്ടായിരുന്നു. ഇറ്റ് കുഡ് ബി എ റെവലേഷൻ ഫോർ യു. ഇറ്റ് ഈസ് ബിക്കോസ് ഐ ഹാവ് വർക്ക്ഡ് ഇൻ എ ബാർബർ ഷോപ്പ്. അവിടെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു എന്തെങ്കിലും ഒരുപാട് ഇൻ്റർവ്യൂ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ബാർബർ ഷോപ്പിൽ വർക്ക് ചെയ്തില്ല. അത് ഇത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ആ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ. ബിക്കോസ് ടൈം പാസിന് പോയിട്ട് മുറിച്ചാണ്. ഇല്ലല്ല, എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നാണക്കേടാണ്. ഡോണ്ട് എന്ത് ജോലി ചെയ്താലും അതിൽ നാണക്കേടൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യും, വീട്ടിൽ ഇങ്ങനെ പുസ്തകം വായിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദിസ് ആൾ പ്രിപ്പറേഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ശരിയല്ല, നീ പോ പുറത്തുനിന്ന് പറയും. അപ്പോൾ ഒരു ദിവസം വല്ലാത്ത ദേഷ്യം വന്നു. അപ്പോൾ ഇവരൊക്കെ റെൻറ്റ്, ഞങ്ങളുടെ വീട്ടിൻ്റെ ടെനൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് മുതൽ ഇവിടെ ജോലി ചെയ്യാം. അയ്യോ മുതലാളി വേണ്ട, ഇല്ലല്ല ഞാൻ ചെയ്യാം, എന്തെങ്കിലും ചെയ്യണം, പക്ഷേ ശമ്പളം എന്ത് കൊടുക്കുന്നോ അത് വാങ്ങിക്കാം. അപ്പോൾ സാർ കട്ടിങ് വേണ്ട സാർ, ഡേഞ്ചറാണ്. പിന്നെ ഷേവിങ് പഠിപ്പിച്ചു തരാൻ. അപ്പോൾ ആദ്യം അപ്രൻറ്റിസായിട്ട് 2 ആഴ്ച അവിടെ ഐ വർക്ക്ഡ്. എവറി ഡേ പേയ്മെൻറ്റാണ്. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം അയാൾക്ക് പേടി തോന്നി, റിമൂവ് ദ ഷോപ്പ് ഫ്രം ദ. അമ്മ അറിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് എത്ര രൂപ സമ്പാദിച്ചു? ഒരു ദിവസം 6 രൂപ കിട്ടും. 6 രൂപ കിട്ടും ദിവസത്തിന്. സോ ദാറ്റ് വാസ് ഗുഡ് അറ്റ് ദാറ്റ് ടൈം. ഷേവിങ്ങിന് നല്ല പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പേരുടെ മുഖം മുറിച്ചിട്ടുണ്ടോ? വിതൗട്ട് ഡാമേജ്, ഫസ്റ്റ് എയ്ഡ് ഇല്ലാതെ, വിതൗട്ട് മേജർ ഡാമേജ് ഒരു 50-60 ഷേവിങ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതാർക്കും അറിയാത്തൊരു കാര്യം. അത് പിന്നെ വന്നിട്ടുണ്ട് ബാലചന്ദ്ര സാറിൻ്റെ വറുമൈനർ ക്ലൈമാക്സ്. അത് ദ സെയിം ബാർബർ ഷോപ്പ് വേർ ഐ വർക്ക്, അവിടെയാണ് എടുത്തത്. അത് കമലഹാസൻ്റെ വെർസറ്റാലിറ്റി ഒന്നും കൂടി ഊന്നാൻ പറ്റുന്നൊരു ഘടകമാണ്. അതായത് ഒരു ബാർബറായിട്ട് ജോലി ചെയ്യുന്നുള്ള സംഭവം. വേറൊരു ഘടകം, ഈ മദനോത്സവത്തിൻ്റെ വേറൊരു ഘടകം, മലയാളിക്ക് എങ്ങനെ പെൺകുട്ടിയോട് സംസാരിക്കണം, എങ്ങനെ പ്രണയിക്കണം, എങ്ങനെ നടക്കണം, ഇതൊക്കെ പറഞ്ഞു തന്നത് കമലഹാസനാണ്. ഓ അങ്ങനെയാണോ? അങ്ങനെ ആവശ്യമില്ല തോന്നുന്നു. അല്ല ശരിക്കും കമലഹാസനെ അനുകരിച്ച് ഒരുപാട് ആൾക്കാർ എനിക്ക് പഠിപ്പിച്ചു തന്നത് മലയാളികളാണ്. മദനോത്സവത്തിന് മുമ്പ് കമലഹാസൻ്റെ ഭ്രാന്തനായിട്ടുള്ളൊരു ആരാധകനുണ്ട്, ഒരു സുനിൽ എന്ന് പറയും, കണ്ണൂരുള്ള. അതെ അതെ. ആ സുനിൽ പറയും, അതായത് എങ്ങനെ നടക്കണമെന്നുള്ളത് കമലഹാസനെ നോക്കി പഠിക്കണം. എനിക്കൊന്ന് സുനിൽ ഇടയ്ക്കിടയ്ക്ക് കമലഹാസനെ കാണാൻ വരാറും. വർഷത്തിലൊരു 6 പ്രാവശ്യം വരും. പിന്നെ ഓരോ പ്രാവശ്യം ഓട്ടോഗ്രാഫ് വരുമ്പോഴെല്ലാം ഓട്ടോഗ്രാഫ് അത് ഇടണം, എന്തെങ്കിലും എഴുതണം, അതില്ലാതെ പോവില്ല. പക്ഷെ കേരളത്തിലെ ഏത് പ്രസിദ്ധീകരണത്തിൽ എന്ത് കണ്ടാലും അത് അദ്ദേഹം വെട്ടി അങ്ങോട്ട് അയക്കാറുണ്ട്. അതെ, ട്രാൻസ്ലേഷൻ, അതിൻ്റെ ട്രാൻസ്ലേഷനോ. ഇങ്ങനെയുള്ള പ്രാന്തന്മാരെ കാണുമ്പോൾ കമലഹാസൻ എന്താ തോന്നുക? ഭാഗ്യമാണ്, പിന്നെ സന്തോഷം. അത് പിന്നെ അത് നമ്മൾ അങ്ങനെ ഇഫ് ഐ ഹാഡ് ബീൻ സപ്പോസ് ഐ ഹാഡ് കണ്ടിന്യൂഡ് ഇൻ ദ ബാർബർ ഷോപ്പ്
ഒരു 10 ബാർബർ ഷോപ്പ് ഉണ്ടാവും എന്ന്, ആ മിടുക്കത്തരം ഉണ്ടെന്നുള്ള ഇത്. പക്ഷേ യു വിൽ നോട്ട് ഹാവ് ഫാൻസ് ബിക്കോസ് ഒരു ഔട്ട് ഓഫ് 100 50 വിൽ ബിക്കം ബാൾഡ്. അവർ തെറി വിളിക്കും, ഇയാൾ ഹെയർ കട്ട് ശരിയില്ല, മുടി പോയി എന്ന് പറയും. ഈ കമലഹാസൻ ഈ സെൻസ് ഓഫ് ഹ്യൂമർ എവിടെ നിന്നാണ് കിട്ടിയത്? അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ ഹ്യൂമർ പ്രത്യേകം ഹ്യൂമറാണ്. വെൻ ഹി ഹാഡ് എ സ്ട്രോക്ക്, അപ്പോൾ ഈ ഒരു കൈ ഇങ്ങനെ ആയിപ്പോയി, ബട്ട് ഹി വാസ് ജോക്കിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഫിസിയോതെറപ്പി ചെയ്തില്ല, മതി അതൊക്കെ ഇനി ആവശ്യമില്ല, 86 വയസ്സായി, നീ എന്താ ഫിസിയോതെറപ്പി പറഞ്ഞപ്പോൾ ഒരു റിലേറ്റീവ് വന്നു, നിങ്ങളെന്താ ഫിസിയോതെറപ്പി ചെയ്യുന്നില്ല എന്ന് കമൽ പറഞ്ഞല്ലോ, അതൊന്നും ചെയ്തുകൂടെ? ഇനി ഫിസിയോതെറപ്പി പാടില്ല, ഇനി തെർമൽ തെറപ്പിയാണ്. അതെന്താ തെർമൽ തെറപ്പി എന്ന്? അത് കത്തിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ചത്തുപോകണം, അത്രയേ ഉള്ളൂ. പിന്നെ ക്രിമേഷൻ, അതാണ് തെർമൽ തെറപ്പി എന്ന് പറയുന്ന തമാശ പറയും. അങ്ങനെ അതിനുശേഷം ഒരുപക്ഷെ സിനിമയിൽ ഈ ഹ്യൂമർ അപ്ലൈ ചെയ്തപ്പോൾ ചാപ്ലിനെയൊക്കെ കുറച്ച് ചാപ്ലിൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് എ ഗുരു ഫോർ മീ ആസ് മിസ്റ്റർ ശിവാജി ഗണേശൻ. ഇത് ചിലപ്പോൾ വെൻ യു സീ നാഷണൽ ജോഗ്രഫിക് യു വിൽ ഫൈൻഡ് അവർ മൂൺ ലൈക്ക് ദിസ്, അമേരിക്കൻ മൂൺ ഇസ് ലൈക്ക് ദിസ്. രണ്ടും സെയിം ചന്ദ്രനാണ്, ബട്ട് ഇറ്റ് ലുക്സ് ഇൻ എ ഡിഫറെൻറ്റ് ബിക്കോസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ വേൾഡ് ആൻഡ് പൊസിഷൻ ഓഫ് ദ കൺട്രി. അതുപോലെ വാട്ട് ഐ ഫൗണ്ട് ഹിയർ ഐ ഫൗണ്ട് ഇൻ ചാപ്ലിൻ. വേറെ ഒരാൾ പേര് പറഞ്ഞേ നോക്കൂ, ദാറ്റ് ഈസ് മിസ്റ്റർ ദിലീപ് കുമാർ. ദീസ് ആർ പീപ്പിൾ ഹു വിൽ even today have everlasting influence. When he became 83, I flew to Bombay. ആരോടും പറഞ്ഞില്ല. He was surprised. I went to the Mughal-e-Azam poster and I knelt down and kissed his hand and said, sign this autograph for me. I still have it. ഈ അമേരിക്കയെ കുറിച്ച് പരാമർശമുണ്ടാകും. കമലഹാസൻ്റെ ഒരു പടം അൻപേ ശിവം, എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു വ്യത്യസ്ത തീമുള്ളൊരു പടമായിരുന്നു. ഞാൻ 2 വട്ടം ഞാൻ കണ്ട പടമാണ്. ആ അൻപേ ശിവത്തിലെ ഒരു ഡയലോഗുണ്ട്, അതായത് എനിക്കൊന്ന് കമ്മ്യൂണിസ്റ്റിൻ്റെ റിലവൻസിനെ കുറിച്ചുള്ള ഒരു ഡയലോഗായിരുന്നു. അതിൽ മാധവൻ ചോദിക്കുമ്പോൾ കമലഹാസൻ പറയുന്നുണ്ട്, താജ്മഹൽ ഇല്ല എന്ന് വിചാരിച്ച് പൊളിഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട്, അതായത് പ്രണയമില്ലാതാവുമോ, സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് അത് ആക്ച്വലി ക്രക്സ് ഓഫ് ദ മൂവിയാണ്. അത് ഡയലോഗ് വേണോ, അതിന് വേറെ ഡയലോഗ് എഡിറ്റ് ചെയ്തതാണ് അത്. അപ്പോൾ പറയും, ഇത് ലവ് ഒരു എമോഷനാണ്, കമ്മ്യൂണിസം അതാണെന്ന് പറയും. കാരണം കാൾ മാർക്സ് അല്ല, അതിനു മുമ്പ് സ്പാർട്ടക്കസിന് തോന്നിയിട്ടുണ്ട്, അയാൾക്ക് അത് വാർത്തപ്പെടുത്താൻ കഴിഞ്ഞില്ല. മാർക്സും എംഗൽസുമാണ് അത് ചെയ്തത്, അത്രയേ ഉള്ളൂ. ഇത് എമോഷനാണ്, ഇതും എമോഷനാണ്, ഇത് പോളിറ്റിക്സ് ആണ് മറ്റുള്ളവർക്ക്, എനിക്ക് എമോഷനാണ് എന്ന് പറയും. അത് ആ ഡയലോഗ് വേണ്ടെന്ന് വെച്ചു, ബിക്കോസ് ടു പൊളിറ്റിക്കലായിട്ട് വരുന്നു എന്ന്. ബട്ട് ഐ വാസ് വറീഡ് ദറ്റ് ദേ വിൽ ടേക്ക് ദിസ് ഡയലോഗ് അവേ ഓൾസോ. അത് മനസ്സിലാവില്ല, അത് എന്തുകൊണ്ട് മനസ്സിലാവില്ല? എവ്രിബഡി സേസ് ദാറ്റ് അത് സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞു പോയല്ലോ, ഇനി എന്താ കമ്മ്യൂണിസം എന്നും പറഞ്ഞുകൊണ്ട്. കമ്മ്യൂണിസം ഇസ് നോട്ട് ജസ്റ്റ് എ പൊളിറ്റിക്കൽ instrument. It's not just that, it's an emotional requirement of that day and probably today also. We can keep modifying it. Every man will sing Todi Raham in a different fashion. He will not sing it, one Bhagavatar sings it differently. And especially every nation will take, you mean to say though internationally the democracy is the same? No, Socrates' democracy is different. American democracy, UK democracy, our democracy are various animals. വേറെ മൃഗങ്ങളാണ്. ആരോ പറഞ്ഞു കേട്ട് കമലഹാസൻ കുറച്ച് ചുമക്കുകയാണ്. അതെ, എന്ത് ദേഷ്യത്തിൻ്റെ കളർ അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞത് കാലിക്കറ്റ് വെച്ചാണെന്ന്. അത് പിന്നെ വലിയ ഒരു ഇതായി, കമലഹാസൻ പൊളിറ്റീഷ്യനാവുന്നു. അതല്ല, എല്ലാവരും ആവും. അപ്പം ഞാൻ പറഞ്ഞു, പൊളിറ്റിക്കൽ ആവേണ്ടി വന്നാൽ, അതിന് ആവശ്യം വന്നാൽ വരും. അതിൻ്റെ ആവശ്യം വന്നു 1946 45. എവ്രി മാൻ വാസ് പൊളിറ്റിക്കൽ, എവ്രി മാൻ വെന്റ് ടു ദ സ്ട്രീറ്റ്സ്. ഇഫ് ഹി ഡിഡ്ന്റ് ഗോ ടു ദ സ്ട്രീറ്റ് ഹി വാസ് ക്വയറ്റ്ലി ടോക്കിംഗ്. എവ്രി മാൻ വാസ് എ പൊളിറ്റീഷ്യൻ. കമലഹാസൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ പെൻഡിനത്ത് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിസ്റ്റ് ആയിട്ടാണോ, ലെഫ്റ്റ് ടു ദ സെൻറ്റർ ആണോ, റൈറ്റിസ്റ്റ് ആണോ, എങ്ങനെയാണ്? എനിക്ക് ഈക്വിപ്പോയ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്
എൻ്റെ പെഡസ്ട്രിയൻ ക്രിട്ടിക്കൽ അനാലിസിസ്. ആ ഈക്വപോയ്സ് വേണം, കാരണം ഇത് ഒരു തരാസ് എന്ന് അല്ല ഞാൻ പറയുന്നത്. ബട്ട് ആ ഈക്വപോയ്സ് എസ്പെഷ്യലി ഇന്ന് സ്പീക്കിംഗ് പൊളിറ്റിക്കൽ, ഞാൻ കേൾക്കുന്നത് ഈ റെട്ടറിക്ക് മാത്രമേ ഉള്ളൂ. ഫിലോസഫി വായിക്കാന്നുള്ള, പൊളിറ്റിക്കൽ ഫിലോസഫി വായിക്കാന്നുള്ള സമയമില്ല. വായിച്ചിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാവുന്നില്ല. പക്ഷേ കമലഹാസൻ ഒരു പൊളിറ്റിക്സ് ഇല്ലേ മനസ്സിൽ? ഉണ്ട്. ബട്ട് വാട്ട് ഐ തിങ്ക് ഇസ് ദ പൊളിറ്റിക്സ് ഇറ്റ് സെൽഫ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പീപ്പിൾ ആൻഡ് നോട്ട് വൈസ് വെർസ. Politics should not use people. We, the people, should use politics. അത് എന്തുമായിക്കോട്ടെ. If it is communism, let it be so. If it is democracy, let it be so. But politics will not wield my people. അൻപേശിവത്തിൽ കമലഹാസൻ്റെ പൊളിറ്റിക്സ് ആണോ യഥാർത്ഥത്തിൽ വന്നത്? ആണ്. അതെ. my rationalism is there. Even in Mahanadi, I have clearly indicated my rationalism in that. കമലഹാസൻ എനിക്ക് എപ്പോഴും അത്ഭുതപ്പെട്ടൊരു കാര്യം, അതായത് സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇറാഷണൽ കമ്പോണൻസ് ഉള്ളതാണ്. അതായത് ഇത്രത്തോളം സൂപ്പർസ്റ്റിഷൻ ഉള്ള ഒരു ലോകം വേറെ ഉണ്ടാവില്ല. പക്ഷേ അതിൽ ഒരു എന്താ പറയുക, ഒരു റാഷണൽ ബീയിങ് ആയിട്ട് എങ്ങനെ നിലകൊള്ളുന്നു? കഷ്ടമാണ്. പക്ഷേ എവിടെയോ ഞാൻ വായിച്ചു കമലഹാസൻ ഇപ്പോൾ പൂജ ആരംഭിച്ചു. ഏത് പൂജ? എവിടെയോ, അതായത് ഈ ഷൂട്ടിങ്ങിൽ എവിടെയെങ്കിലും ഒരു പൂജ കണ്ണടച്ച് ഇല്ല? അത് ഞാൻ ചെയ്യാറില്ല. വേറെ ആരും ചെയ്താൽ ഞാൻ അത് തടസ്സമാവില്ല. കാരണം പിന്നെ അത് കോവിലിടിക്കുന്ന പണിയാണ്. അത് ഞാൻ തയ്യാറല്ല. കാരണം അത് സോഷ്യൽ സൈക്യാട്രിയാണ്, റിലിജൻ്റെ. പക്ഷേ യു ആർ എ റാഷണൽ ബി. മൈ ഡോട്ടർ ആസ്ക്ഡ് മീ, എനിക്ക് കോവിലിൽ പോകണമെന്നുണ്ട്, പ്ലീസ് ഗോ, യു ഡോണ്ട് ടേക്ക് പെർമിഷൻ. ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ ഫാദേഴ്സ് പെർമിഷൻ ടു ഗോ ടു പെരിയാർ മീറ്റിംഗ്സ്. I went and attended meetings by Periyar. I came back and reported what I heard. That same freedom I have given my daughter. One daughter wants to go to God, another daughter doesn't want to go to God. പക്ഷേ രണ്ട് മക്കൾക്കും മതം കൊടുത്തിട്ടില്ല കമലഹാസൻ. ഇല്ല, അത് ബോധപൂർവ്വം. അതിന് അർഹത എനിക്കില്ല. അവരുടെ ചോയ്സ് ആയിരിക്കണം. സാധാരണഗതിയിൽ ഇപ്പോൾ ശ്രുതി, റിലീജിയൻ, ഹിന്ദു അത് റെഫ്യൂസ് ചെയ്തു. അതിനായിട്ട് വേറെ പള്ളിക്കൂടത്തിന് ചേർക്കേണ്ടി വന്നു. ഈവൻ ബർത്ത് സർട്ടിഫിക്കറ്റ് they refused to give for some time. Then പത്രത്തിലൊക്കെ വന്നു. I said റിലിജൻ ഫില്ല് ചെയ്തേ വെക്കൂ എന്ന് പറഞ്ഞു. നിൽ എന്നാ ഫില്ല് ചെയ്തത്. പക്ഷേ എത്രയോ ആൾക്കാർ, അതായത് ഈ ചെറുപ്പകാലത്ത് റാഷണലും റവല്യൂഷണറി ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 40 കഴിഞ്ഞ് 50 കഴിയുമ്പോഴേക്കിനും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു 30 ആവട്ടെ എല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞു. ആയി 40 ആവട്ടെ, ഇല്ല എല്ലാവരും 40 ആവട്ടെ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു. 40 ആയി. 50 ആവട്ടെ, ഇത് നിൽക്കി 50 ആവട്ടെ എന്ന് പറഞ്ഞു. 50 ആയി. ഇപ്പോൾ 60 പറയും. കുറച്ച് ചാഞ്ചാട്ടം ഉണ്ടായോ? ഇല്ല. കൈൻഡർ ടു പീപ്പിൾ. മുമ്പ് ദേഷ്യം വരും, അവരോട് എന്തെങ്കിലും വിവാദിക്കും, തർക്കിക്കും, എന്തെങ്കിലും പറയും, തെറി പറയും. ഇപ്പം അതൊക്കെ മാറി എന്നല്ലാതെ പക്വത കൂടി. അത്രയേ ഉള്ളൂ. എൻ്റെ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, യു സി ഹേ റാം, യു സി ദശാവതാരം, മൈ സ്റ്റാൻഡ് ഈസ് വെരി ക്ലിയർ. ബട്ട് ക്യാരക്ടേഴ്സ്, ഇപ്പം ഞാൻ ഒരു സ്മഗ്ലറായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ എം കമലഹാസൻ അത് തന്നെ. അതായത് വേഷത്തിലുള്ള വൈവിധ്യത്തിൽ, അതായത് സാധാരണഗതിയിൽ ഈ പറഞ്ഞ സിനിമയിൽ ഈ ഹീറോ റോള് കൈകാര്യം ചെയ്യുന്ന ആൾ വില്ലൻ വേഷം കൈകാര്യം ചെയ്യാൻ മടിച്ചിരുന്ന കാലത്ത് ഈ നെഗറ്റീവ് റോൾസൊക്കെ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ ആയിട്ട് അങ്ങനെ വന്നത്. അത് പിന്നെ അപ്പോൾ ഫാൻസിനെ കുറിച്ചും ചിന്തിച്ചിരുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ. കാരണം പാൽമുനി ആവട്ടെ, ബ്രാൻഡോ ആവട്ടെ, ശിവാജി സാറാവട്ടെ, ഇവിടെ മലയാളം ചിത്രങ്ങൾ, വാട്ട് ഡു യു കോൾ ദ ഹീറോ ഓഫ് ഇൻകുലാബ് സിന്ദാബാദ്? വാട്ട് ഈസ് ഹി? ഇസ് ഹി എ ഫൂൾ ഓർ എൻ ഐഡിയലിസ്റ്റ്? അനുഭവങ്ങൾ പാലിച്ചവൻ. ഇസ് ഹി എ മർഡറർ ഓർ എ മഹാത്മാ? യു ഡോണ്ട് നോ. ബോത്ത് ആർ ദർ. ദർ ആർ സം എക്സലന്റ് പെർഫോമൻസസ് in film. What do you call the Velichapadu of Nirmalyam? Is he a theist or an atheist? നാസ്തികനാണോ ആസ്തികനാണോ? അത് തുപ്പുന്ന ആള്, he spits at deity and cuts himself. ആ ആൾ എന്താ, ആ ദേഷ്യം എന്താ, അതിൻ്റെ പേരെന്താ? ആസ്തികമാണോ നാസ്തികമാണോ? So I learned from these stories. These are my favorite films. And I think we are all that. When especially writer, who is that Macbeth in Shakespeare's play? Shakespeare. Who is Shylock in Shakespeare's play? It is Shakespeare. He may not be a Jew. Who is Othello?
Even I suspect there's a little bit of Desdemona, there's a little bit of Mona Lisa and Da Vinci. It's all part of ഞങ്ങളുടെ ഒരു വെളിപ്പാടാണ്. Yes, I have my evil. I think it is a personal psychotherapy. ഒരു ആർട്ടിസ്റ്റ് കഥ എഴുതുന്ന ആളായാണ്, ചെറുകഥ എഴുത്താളനായാലും, when he brings a bad character, he is analyzing the bad quality in him and eradicates it. ഈ രാഷ്ട്രീയത്തിലേക്ക് കുറിച്ച് എനിക്ക് തോന്നുന്നു കമലഹാസൻ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പ്രസംഗം ഇങ്ങനെ പൂർണ്ണമായും കേട്ട് സ്തബ്ധനായി പോയിട്ടുണ്ട്. അത് എനിക്ക് മലയാളം അപ്പോൾ മനസ്സിലാവാറില്ല. ഐ വാസ് ഇൻ ട്രിവാൻഡ്രം, ഐ തിങ്ക് ന്യൂ തിയേറ്ററിൽ, ആൻഡ് ഐ വാസ് സ്റ്റൺഡ് ബൈ ഇറ്റ് ഗേവ് മീ സോ മച്ച് കോൺഫിഡൻസ് ഇൻ മൈ ലൈഫ്. ആൻഡ് ഐ യൂസ് ടു ഹാവ് എ ലിറ്റിൽ സ്റ്റാമർ. അത് പേടി കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ പ്രസംഗം ഞാൻ പറയുമ്പോൾ അത് ഞാൻ പറയേണ്ട കാര്യം പറയാതെ കുറച്ച് നേരം ആലോചിക്കും. അപ്പോൾ അത് ഞാൻ മണ്ടനായതുകൊണ്ടായിരിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ തോന്നും. ഇത് പേടി കൊണ്ടാണ്. ഇങ്ങേരോട് ഇത് പറയാമോ? അത് പിന്നെ ഞാൻ വൺ ഡേ ഇറ്റ് വാസ് ഹി ബിക്കേം എ ഹീറോ. ആൻഡ് ഹിസ് സ്റ്റാമറിങ് വാസ് നോട്ട് ലുക്ഡ്, there was no focus on that. Nobody looked. I thought there will be one giggle. It was not just party people. Somebody was going, somebody was cycling. He might be an opposition party man. They were all looking and they were going. I couldn't see a giggle in one face. EMS പറഞ്ഞോ കമലഹാസന് മനസ്സിലായോ? EMS പറയുന്നത് ഒന്നും മനസ്സിലായില്ല. But the confidence with which, and there was an applause, there was a pause, there was a correct, and he is not നമ്മൾ സാധാരണ I was watching it as an actor would watch another performer on stage. സാധാരണ സിനിമകളിൽ നമ്മൾ കാണിക്കുന്നത്, സപ്പോസ് യു ആർ ട്രൈങ് ടു സേ കമലഹാസൻ ക എന്നായിരിക്കും സ്റ്റാമർ ചെയ്യുന്നത്. ബട്ട് വെൻ വിത്ത് മിസ്റ്റർ നമ്പൂതിരിപ്പാട്, when you watch, he will say he will stammer on some other word and say another word. And you were wondering, why was he stammering on ka when he was going to say oh? I didn't observe that. Yes, you watch it now. If you then I realized he is on the third paragraph. His mind is on the third paragraph. He has progressed ahead. He has progressed ahead what he is going to speak, and his mouth is stammering on that. ഇതെപ്പോഴെങ്കിലും EMSനോട് പറഞ്ഞിട്ടുണ്ടോ? That is the only time I had seen him, and I'm happy that it was like watching lightning. Not all the time. പക്ഷേ അതായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരുപാട് കോൺഫിഡൻസ് ഇംബൈവ് ചെയ്ത ഒരാളാന്നുള്ള കാര്യം EMS അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. Oh yes, great tribute to him. Yeah, but I was too shy. I didn't even realize that this man was so great. I was 17. I was 17 when I was watching this. നവംബർ 7 കമലഹാസൻ ജനിച്ചത്. ഒരു വയസ്സും കൂടെ പിന്നിടുകയാണ്. എന്താ തോന്നുന്നത്? മെച്യൂരിറ്റി കൂടിയോ? വയസ്സാകുന്നതിൽ സങ്കടമുണ്ടോ? വയസ്സാകുന്നത് സങ്കടമില്ല, കാരണം ഇത് ഒരു പ്രയാണമാണ്. സോ ഐ എം ഗോയിങ് ഫോർവേഡ് എന്നുള്ള ഒരു വിശ്വാസമാണ്. ആൻഡ് ഐ തിങ്ക് ദ ഫിയർ ഇസ്, നമ്മവർ പടത്തിൽ ഞാൻ എഴുതിയ ഡയലോഗാണ്, the fear of going forward is because they think that death is another place. I think death is a part of life. I think a sentence without a full stop is boring, meaningless. You'll have to shape it, and that dot is death. So it's a part of a sentence. So I'm not frightened of that. So everything is eager, including death. I'm curious about it. ഒരു ജന്മദിനം കൂടി കഴിയുമ്പോൾ സമ്പുഷ്ടമായിട്ടുള്ള കലാജീവിതം ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളുമായിട്ട് പങ്കുവെച്ച് വളരെ വളരെ നന്ദി. താങ്ക് യു.